എടാ നിനക്കറിയാലേ ഞങ്ങളുടെ രണ്ടുപേരുടെ പ്രേമം ഈ വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചേ? ഞങ്ങൾ ലവ് മാരേജ് ആണ്. ഇവളെ ഞാൻ ഫസ്റ്റ് കാണുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് അറിയാമോ? ഒരു സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ടാ. ഇവള് അവിടെ നിന്ന് ഡൈവ് ചെയ്ത്, ഞാൻ ഇവിടുന്ന് ഡൈവ് ചെയ്ത്, ഞങ്ങളിങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ കൂടി ഇങ്ങനെ നീന്തി വരികയാണ്. അപ്പൊ ഞാൻ കരുതി ജലകന്യയാണ് വന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ വെള്ളത്തിന് മുകളിലെത്തിയപ്പോഴാണ് ഞാൻ ഇവളുടെ ഫേസ് ആദ്യമായിട്ട് കാണുന്നത്. അന്നേരം തന്നെ ഒരു ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിനുശേഷം വൈപ്പിൻ ചെങ്കാറ് ഫോർട്ട് കൊച്ചിക്ക് ഇങ്ങനെ ചെങ്കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോ ആ പുഴയുടെ നടുക്കെത്തിയപ്പോ ഞാൻ നോക്കിയപ്പോ ഇവളെന്റെ തൊട്ടടുത്ത് നിൽക്കണ്. ഇവളെന്തോ ജോലിക്ക് പോണാണ്. അങ്ങനെ ഞാൻ ആ വെള്ളത്തിന്റെ നടുക്ക് വെച്ചിട്ട് നടുക്ക് വെച്ചിട്ടാണ് ഞാൻ ഇവളോട് പറഞ്ഞത് ഐ ലവ് യു. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പ്രേമമായിട്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ സമ്മതിക്കാതായി, വിഷയങ്ങളായി, പ്രശ്നങ്ങളായി. ഒരു രാത്രിക്ക് രാത്രി ഒരു കൂട്ടുകാരന്റെ വഞ്ചി എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഞങ്ങള് അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ്. മൊത്തം വെള്ളത്തിലാണ് ഞങ്ങളുടെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെലിബ്രേഷൻ നമ്മൾ വെള്ളത്തിൽ ആഘോഷിക്കാമെന്ന് കരുതി. അയ്യോ മൊത്തം പൊളിച്ചല്ലോ. അങ്ങനെ വരുവാണെന്നുണ്ടെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെമിത്തേരി നടത്തേണ്ടി വരുമല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവളുടെ ഒരു അമ്മാവൻ, വകയിലുള്ള ഒരു അമ്മാവൻ മരിച്ച സമയത്ത് ഞാൻ അവിടെ ട്യൂബ് കെട്ടാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഞാൻ ഈ പുള്ളിക്കാരി ആദ്യമായിട്ട് കാണുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ കോളനിയിൽ ഒരു പുള്ളിക്കാരൻ മരിച്ചപ്പോഴാണ് ഇവിടെ അച്ഛനും കൂടെ അവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇവളെ അവിടെ വെച്ച് കണ്ടു. ഞാൻ അവരുടെ ആ വിഷമത്തിൽ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവളെ കണ്ടത്, ഇവളോട് ഐ ലവ് യു പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഇവളുടെ അച്ഛൻ അറിഞ്ഞു. ഇതറിഞ്ഞ് പുള്ളി കെട്ടി തൂങ്ങി ചത്തു. അന്ന് രാത്രി ഞാൻ ഇവളുമായിട്ട് നേരം മുങ്ങി. ഒരിടത്ത് പുള്ളി തൂങ്ങി നിൽക്കുന്നു, ഒരിടത്ത് ഇവിടെ കഴുത്തെ ഞാൻ താലി കെട്ടി. അങ്ങനെ വരുമ്പോ ഞങ്ങൾ സെമിത്തേരിലല്ല ആഘോഷിക്കുന്നത്. സെമിത്തേരിൽ ആഘോഷിക്കുന്നത് കൊള്ളാം, പക്ഷേ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളെ വിളിക്കുന്നു.